മഴ പെയ്ത ശേഷം മണ്ണിലൊരു മണമുണ്ട്. ദാഹിച്ചു വലഞ്ഞ ഭൂമിയും ആകാശവും തമ്മിൽ മിണ്ടുന്ന ആദ്യത്തെ പ്രണയഭാഷയുടെ മണം. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്വർണ്ണയുഗം ഭാരതമണ്ണിൽ വിടർന്നു നിന്ന കാലം. പാടലീപുത്രത്തിന്റെ രാഷ്ട്രീയ കോട്ടകൾക്കപ്പുറം സംസ്കാരത്തിന്റെയും കലയുടെയും ആത്മാവായി ശോഭിച്ചത് അവന്തിയുടെ തിലകമായ ഉജ്ജയിനിയായിരുന്നു. റോമിൽ നിന്ന് കപ്പലുകൾ സ്വർണവുമായി ഭാരത തീരങ്ങളിൽ അണഞ്ഞ, ശാസ്ത്രവും ദർശനങ്ങളും സഭകളിൽ വിടർന്നു വികസിച്ച, വൈദികപൂർവമായ കഠിന സംസ്കൃതം കാവ്യങ്ങളുടെയും നാടകങ്ങളുടെയും ആനന്ദമഴയായി പെയ്തിറങ്ങിയ ഒരു കാലമായിരുന്നു അത്. മഹാകാവ്യങ്ങൾ രചിക്കുന്നതിനു മുമ്പ് രാജസദസ്സിലെ മഹാപണ്ഡിതന്മാർ അഹന്ത തീർക്കാൻ രാജകുമാരിക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു ഹാസ്യ കഥാപാത്രമായിരുന്നു അവൻ. ഉജ്ജയിനിയിലെ വിദ്യോത്തമ രാജകുമാരിക്ക് നഗരത്തിലെ പണ്ഡിതന്മാരെക്കാളും തത്വചിന്തകന്മാരെക്കാളും മൂർച്ചയേറിയ ബുദ്ധിയായിരുന്നു. വാദപ്രതിവാദങ്ങളിൽ സകലരെയും തോൽപ്പിച്ചുവിട്ട ആ രാജകുമാരിയോട് പ്രതികാരം വീട്ടാൻ കോപാകുലരായ പണ്ഡിതന്മാർ രാജധാനിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയെ തിരഞ്ഞിറങ്ങി. കാട്ടിലൊരു വൻമരത്തിന്റെ ശാഖയുടെ അറ്റത്തിരുന്ന് താനിരിക്കുന്ന ഭാഗം തന്നെ വെട്ടിമുറിച്ചുകൊണ്ടിരുന്ന ഒരുവനെ അവർ കണ്ടുമുട്ടി. സ്വന്തം വീഴ്ചയെക്കുറിച്ച് പോലും ബോധമില്ലാത്ത അത്രയും വിഡ്ഢി. അവർ അവനെ പട്ടുടുപ്പിച്ചു. മൗനമായിരിക്കാനും ഗൗരവത്തിൽ തലയാട്ടാനും പഠിപ്പിച്ചു. വിവാഹ പരീക്ഷയിൽ രാജകുമാരി ശാസ്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പണ്ഡിതന്മാർ മന്ത്രിച്ചു കൊടുത്ത ഉത്തരങ്ങൾ അവൻ ആവർത്തിച്ചു. ആ ഒരു സായാഹ്നത്തിൽ വിദ്യോത്തമ സംതൃപ്തയായി. പക്ഷേ ശോഭനമായ ആ ആദ്യ രാത്രിയിൽ അന്യന്റെ വാക്കുകൾ കടമെടുക്കാനാകാത്ത ഭയാനകമായ മൗനം അവനെ വിഴുങ്ങി. അസ്തി കശ്ചിത് വാഗ്യുശേഷ, നിന്റെ വാക്കുകളിൽ എന്തെങ്കിലും സവിശേഷത ബാക്കിയുണ്ടോ? അവൾ ചോദിച്ചു. അക്ഷരങ്ങളില്ലാതെ അവൻ തരിച്ചു നിന്നപ്പോൾ രോഷാകുലയായി അവൾ അവനെ കൊട്ടാരത്തിൽ നിന്നും തൻ്റെ കാഴ്ചയിൽ നിന്നും പ്രജ്ഞയുടെ ലോകത്തു നിന്നും ഇറക്കിവിട്ടു. അർത്ഥപട്ടിണിയിൽ ഉറക്കമില്ലാതെ അലഞ്ഞ അവൻ ഒടുവിലൊരു പുഴയോരത്തുള്ള കാളീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. സമർപ്പിക്കാൻ കയ്യിലൊന്നുമില്ലാതിരുന്ന അവൻ ആ കൃഷ്ണശിലാവിഗ്രഹത്തിന് മുന്നിലിരുന്ന് സ്വന്തം അജ്ഞതയെ തികഞ്ഞ ആത്മസമർപ്പണത്തോടെ വിട്ടുകൊടുത്തു. ആ നിഷ്കളങ്കമായ ആത്മസമർപ്പണത്തിൽ മനസ്സലിഞ്ഞ കാളീദേവി അവന്റെ നാവിൽ തൊട്ട് അക്ഷരങ്ങളുടെയും ഭാഷയുടെയും മഹാസമുദ്രം തന്നെ തുറന്നുകൊടുത്തു. അന്ന് ആ വിഡ്ഢി മരിച്ചു. പകരം കാളിദാസൻ അവിടെ ജനിച്ചു. അവൻ തിരികെ വിദ്യോത്തമയുടെ സദസ്സിലെത്തി. അവൾ ആ 3 ക്രൂരമായ ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു. അസ്തി കശ്ചിത് വാഗ്യുശേഷ. ഇത്തവണ അവൻ ആദ്യ വാക്കുച്ചരിച്ചു. അസ്തി, ഉണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് അവൻ മറുപടി നൽകി, കശ്ചിത്, ഏതോ ഒരുവന്. മൂന്നാമത്തേതിന് അവൻ പറഞ്ഞു, വാഗർധാവിവ, വാക്കും അർത്ഥവും പോലെ അവിഭാജ്യമായി. 3 മഹാകാവ്യങ്ങളുടെ തുടക്കമായിരുന്നു അവ. അസ്തി, ദേവതയുടെ ജനനത്തിന് സാക്ഷിയായ ഹിമാലയത്തെക്കുറിച്ചുള്ള മഹാകാവ്യത്തിന്, കുമാരസംഭവത്തിന് തുടക്കമായി. കശ്ചിത്, വിരഹിയായ യക്ഷൻ മേഘത്തിലൂടെ പ്രണയ സന്ദേശം അയക്കുന്ന സന്ദേശകാവ്യത്തിന്, മേഘദൂതിന് തുടക്കമായി. വാഗർധാവിവ, സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ മഹത്വം വാക്കും അർത്ഥവും പോലെ സമന്വയിപ്പിച്ച മഹാകാവ്യത്തിന്, രഘുവംശത്തിന് തുടക്കമായി. 3 മഹാകാവ്യങ്ങളും കേട്ടുനിന്ന വിദ്യോത്തമ അമ്പരന്നുപോയി. പണ്ട് താൻ ഇറക്കിവിട്ട ആ വിഡ്ഢിയല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അറിവിൻ്റെ സൂര്യനായി മാറിയ ഒരു മഹാകവിയാണ്. അവൾ അവൻ്റെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു. എന്നാൽ കാളിദാസൻ ശാന്തനായി പറഞ്ഞു, നീ എൻ്റെ ഭാര്യയല്ല വിദ്യോത്തമേ, നീ എൻ്റെ ഗുരുവാണ്. നിന്റെ ആ 3 വാക്കുകളാണ് എന്നിലെ വിഡ്ഢിയെ കൊന്ന് ഈ അക്ഷരസമുദ്രത്തെ ഉണർത്തിയത്. നന്ദി, എന്നെ എന്നിലേക്ക് തിരിച്ചയച്ചതിന്. കാളിദാസന് മുമ്പ് കവിത എന്നത് ദൈവങ്ങളുടെ സ്തുതികളായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പടയോട്ടങ്ങളുടെ കണക്ക് പുസ്തകമായിരുന്നു. എന്നാൽ കാളിദാസിന് ശേഷം കവിത മനുഷ്യന്റെ നെഞ്ചിടിപ്പായി മാറി. അവൻ നോക്കിയപ്പോൾ ലോകം മുഴുവൻ പ്രണയത്തിലായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ വിക്രമാദിത്യ മഹാരാജാവ് അവന് രത്നങ്ങൾ സമ്മാനിച്ചു. കൊട്ടാരത്തിലെ വാരാംഗനമാർ അവന് വീഞ്ഞു പകർന്നു നൽകി. പക്ഷേ കാളിദാസന്റെ മനസ്സ് എപ്പോഴും ഉജ്ജയിനിയിലെ കൊട്ടാര മതിലുകൾക്ക് പുറത്തായിരുന്നു. ആശ്രമമൃഗങ്ങളുടെ കൂടെ നർമ്മദാ നദിയുടെ തിരമാലകളിൽ കാളിദാസന്റെ വരികൾ കേട്ട് വിടരുന്ന കാട്ടുപൂക്കൾ. അവൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളം സാഗരങ്ങൾ കടന്നുപോയി. നൂറ്റാണ്ടുകൾക്ക് ശേഷം ജർമ്മൻ മഹാകവിയായ ഗേഥെ ശാകുന്തളം വായിച്ചപ്പോൾ ആ പുസ്തകം ശിരസിലേറ്റിവെച്ച് ഭ്രാന്തമായി നൃത്തം ചെയ്തു അത്രേ. അദ്ദേഹം പറഞ്ഞു, സ്വർഗവും ഭൂമിയും ഒരൊറ്റ പേരിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് വിളിക്കും, ശാകുന്തളം. ഇന്നും ഭാരതത്തിൽ എവിടെയോ ഒരമ്മ തൻ്റെ മകളെ ശകുന്തള എന്ന് വിളിക്കുന്നുണ്ടാവാം. ആരോ ഒരാൾ ഹിമാലയത്തെ നോക്കി അതിന് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാവാം. മഴക്കാലത്തെ ആദ്യ മേഘത്തെ നോക്കി വിരഹിയായ ഏതോ ഒരു കാമുകൻ ഇന്നും തനിക്ക് പ്രിയപ്പെട്ടവളെ ഓർക്കുന്നുണ്ടാവാം. കല്ലുകളിൽ കൊത്തിവെച്ച സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. വിക്രമാദിത്യന്റെ സിംഹാസനം മണ്ണിൽ പുതഞ്ഞുപോയി. പാടലീപുത്രവും ഉജ്ജയിനിയും തകർന്നടിഞ്ഞു. പക്ഷേ കാളിദാസൻ എഴുതിയ ഒരൊറ്റ ശ്ലോകം പോലും കാലത്തിന് മായ്ച്ചുകളയാൻ കഴിഞ്ഞില്ല. കാരണം ലോകകവികളും നമ്മളോടൊപ്പം പാടി, ഉപമ കാളിദാസസ്യ, ഉപമ കാളിദാസന്റെ പോലെയാകണം.